നമസ്കാരം. ഞാൻ എന്തു പറയുന്നു അത് അവർ അനുസരിക്കും. ഇതാണ് യുദ്ധത്തെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ. യുദ്ധം നാൾക്കുനാൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇറാനെ മാരകമായി ആക്രമിച്ച ശേഷം യുദ്ധം അവസാനിപ്പിക്കുമെന്ന നയവുമായി ട്രംപ് എത്തിയത്. എന്നാൽ ട്രംപിന്റെ നിലപാടിനോട് തികച്ചും വിയോജിപ്പാണ് ഇസ്രായേൽ രേഖപ്പെടുത്തിയത്. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇസ്രായേൽ തന്റെ ഉത്തരവുകൾ അനുസരിക്കുകയും വെടിനിർത്തുകയും ചെയ്യുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതായത്, ഞാൻ പറയുന്നതെന്തോ അത് അവർ ചെയ്യും. ഇക്കാര്യമാണ് ട്രംപ് പറഞ്ഞത്. അവർ നല്ലൊരു ടീം പ്ലെയർ ആണെന്നും ഞാൻ നിർത്തുമ്പോൾ അവർ നിർത്തും, പ്രകോപനം ഉണ്ടാക്കുകയാണെങ്കിൽ അവർ നിർത്തുകയുമില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ അവർക്ക് മറ്റു മാർഗങ്ങളില്ല. പക്ഷേ ഞാൻ നിർത്തുമ്പോൾ അവർ അത് നിർത്തുമെന്നാണ് ട്രംപിന്റെ വാക്കുകൾ. എന്തായാലും നെതന്യാഹുവുമായി കൂടിയാലോചിച്ച ശേഷമേ യുദ്ധം നിർത്തൂ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കൂ എന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇറാൻ യുദ്ധത്തിന് പിന്നാലെ യുഎസിൽ ട്രംപിനുള്ള ജനസമ്മതി കുറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ട്രംപ്. എന്നാൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകാത്തതിനാൽ ഏത് രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച. ഇതിൽ നിന്നും, അതായത് ഈ യുദ്ധം നിർത്തുന്നതിനായി ഉപദേഷ്ടാക്കളിൽ നിന്നും യുഎസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഉപദേഷ്ടാക്കളിൽ നിന്നും കൃത്യമായ ഒരു വഴി ട്രംപ് തേടുകയാണ്. ട്രംപിന്റെ പിന്തുണയില്ലാതെ കാര്യമായ നീക്കങ്ങൾ നെതന്യാഹു നടത്താൻ സാധ്യതയില്ല എന്നാണ് ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തെത്തുന്നത്. ഇറാനു നേരെയുള്ള ആക്രമണത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർന്നതിൽ ചില ഉദ്യോഗസ്ഥരുടെ ട്രംപ് കോപാകുലനായി എന്നും ഫെബ്രുവരി 27 ഒരു യോഗം വിളിച്ചതായി അവിടെ ഓപ്പറേഷൻ നിർത്തിവെച്ചതായി സൂചിപ്പിച്ചു എന്ന് പറയുന്നു. തുടർന്ന് അദ്ദേഹം വിശ്വസ്തരായ കുറച്ച് ഉദ്യോഗസ്ഥരെ തിരികെ വിളിക്കുകയും അന്ന് രാത്രി തന്നെ യുദ്ധത്തിന് തുടക്കം കുറിച്ച ആദ്യ ആക്രമണങ്ങൾ പദ്ധതിയിടുകയും ചെയ്തു എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇറാനെതിരായ യുദ്ധത്തിന് ട്രംപിനെ നിരന്തരം പ്രേരിപ്പിച്ചത് നെതന്യാഹു ആണെന്ന് വിവിധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് മാഗസിനിലെ റിപ്പോർട്ടിൽ വിവരിക്കുന്നുണ്ട്. ഇസ്രായേൽ സംയുക്ത ബോംബാക്രമണത്തിൽ ഇറാനിലെ പ്രസിദ്ധമായ B1 പാലം തകർന്നു. ടെഹ്റാനിലെയും കരാജിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം പശ്ചിമേഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ഒരു പാലം കൂടിയാണ്. ഇറാനെ ശിലായുഗത്തിലേക്ക് തള്ളിവിടുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടതായും 95 പേർക്ക് പരിക്കേറ്റതായും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലെ ഏറ്റവും വലിയ പാലം ഇടിഞ്ഞു വീഴുമെന്നും അത് ഇനി ഒരിക്കലും ഉപയോഗിക്കാനാകില്ല എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഒരു ഒത്തുതീർപ്പിലെത്തിയില്ല എങ്കിൽ ഇനിയും വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നാണ് ട്രംപിന്റെ ഭീഷണിയും. പിന്നാലെയാണ് ട്രംപ് പുതിയ മുന്നറിയിപ്പ് നൽകിയത്. അതായത്, ഇറാനിൽ അവശേഷിക്കുന്നവയെല്ലാം നശിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നും പാലങ്ങൾ കഴിഞ്ഞാൽ വൈദ്യുതി നിലയങ്ങളിലേക്ക് ആയിരിക്കുമെന്നാണ് ട്രംപിന്റെ താക്കീത്. ഇറാനിലെ പുതിയ ഭരണകൂടത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമെന്നും അത് വേഗത്തിൽ ചെയ്യുമെന്നും ട്രംപിന് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിരുന്നു. ഇതുവരെ ഉള്ളതിൽ ലോകത്തിലെ ഏറ്റവും മികച്ചതും ശക്തവുമാണ് നമ്മുടെ സൈന്യമെന്നും ഇറാനിൽ അവശേഷിക്കുന്നവയെ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല, അടുത്തത് പാലങ്ങൾ, പിന്നെ വൈദ്യുതി നിലയങ്ങൾ എന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. എന്തായാലും ഈ ഭീഷണിക്ക് ഇറാൻ തക്ക മറുപടി നൽകിയിട്ടുണ്ട്.